ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹുക്ക് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അമ്മിക്കുറുമി പപ്പീനെയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2mm ക്രോഷേക്കും അതുപോലെ തന്നെ 4 ply കോട്ടണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഹെഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കൊരു മാജിക് റിംഗ് ഇടാം. അതിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. 1 2 3 4 5 ആൻഡ് ലാസ്റ്റ് വൺ 6 കൂടെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് ഒന്ന് നന്നായിട്ട് ഫുൾ ചെയ്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ റൗണ്ട് നമ്മളിത് ക്ലോസ് ചെയ്യാണ്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോവാണ്. അപ്പം നമുക്കൊരു മാർക്കർ അത്യാവശ്യമാണ്. അപ്പം നമ്മൾ ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം. അതാണ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലെ ഫസ്റ്റ് സ്റ്റിച്ച്. അതിലേക്ക് നമുക്ക് മാർക്കർ ഇട്ട് കൊടുക്കാം. നമുക്ക് 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത അതേ സിംഗിൾ ക്രോഷയിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാർക്കർ റിമൂവ് ചെയ്യാം. അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ ഇൻക്രീസ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ റൗണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ ചെയ്തു, ദെൻ അടുത്തതിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് 6 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 18 ആയിരിക്കും ഈ റൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. ഒരു സിംഗിൾ ക്രോഷേ, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു പാറ്റേണിൽ ചെയ്തെടുക്കാം. ദെൻ ലാസ്റ്റ് ഇൻക്രീസ് ചെയ്തു. നമുക്ക് ഇനി നാലാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് മാർക്കർ റിമൂവ് ചെയ്യാം. അതിലേക്ക് ഫസ്റ്റ് ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. ദെൻ മാർക്കർ ഇടാം. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷയും കൂടി ചെയ്യാം. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്യാം. 2 സിംഗിൾ ക്രോഷ ഇൻക്രീസ്. ഒരു സിംഗിൾ ക്രോഷ ചെയ്യാം. രണ്ടാമത്തെ സിംഗിൾ ക്രോഷ, ദെൻ ഒരു ഇൻക്രീസ്. ഇപ്പൊ ടോട്ടൽ നമുക്ക് ഈ റൗണ്ടിൽ കിട്ടുക 24 സിംഗിൾ ക്രോഷേഴ്സ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടാം. ലാസ്റ്റത്തെ ഇൻക്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. നാലാമത്തെ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അഞ്ചാമത്തെ റൗണ്ടിലേക്ക് പോവാം. മാർക്കർ റിമൂവ് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷ ഇടാം. വീണ്ടും മാർക്കർ ഇടാം. ദെൻ 2 സിംഗിൾ ക്രോഷേഴ്സും കൂടെ ചെയ്ത് കൊടുക്കാം. 1 2 3 സിംഗിൾ ക്രോഷ, ദെൻ ഇൻക്രീസ്. ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ 3 സിംഗിൾ ക്രോഷ ഇൻക്രീസിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ടോട്ടൽ കിട്ടുക 30 സിംഗിൾ ക്രോഷേഴ്സ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുക. ഇനി നമുക്ക് ആറാമത്തെ റൗണ്ടിലേക്ക് പോവാം. മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് ഒരു സിംഗിൾ ക്രോഷ ഇടാം. മാർക്കർ ഇടാം. ദെൻ 4 സിംഗിൾ ക്രോഷ, ഒന്ന് ചെയ്തു, 2, ദെൻ 3, ദെൻ 4 സിംഗിൾ ക്രോഷ നമ്മൾ ചെയ്തു. ദെൻ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 6 ടൈംസ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുക 36 സിംഗിൾ ക്രോഷേഴ്സ് ആയിരിക്കും ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക. ആ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഏഴാമത്തെ റൗണ്ടിലേക്ക് പോവാം. മാർക്കർ റിമൂവ് ചെയ്യാം. അതിലേക്ക് ഒരു സിംഗിൾ ക്രോഷ ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും മാർക്കർ അവിടെ തന്നെ ഇടാം. ഇനി നമുക്ക് 4 സിംഗിൾ ക്രോഷ കൂടി ചെയ്തെടുക്കാം. ഒരു സിംഗിൾ ക്രോഷ നമ്മൾ ഓൾറെഡി ചെയ്തു. ദെൻ 4 കൂടി ചെയ്യുമ്പോൾ ടോട്ടൽ 5 സിംഗിൾ ക്രോഷ. 5 സിംഗിൾ ക്രോഷ ചെയ്തതിന് ശേഷം ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം.
ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 42 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ റൗണ്ട് 8 ആണ് നമ്മൾ ചെയ്യണത്. അത് ചെയ്യണത് എന്ന് വെച്ചാൽ 6 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. നമ്മൾ ലാസ്റ്റത്തേൽ 5 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ചെയ്തു. ഇനി അടുത്തതിൽ 6 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. 3 4 5 then 6 സിംഗിൾ ക്രോഷേ ചെയ്തു. then അടുത്തതിൽ ഒരു ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ടോട്ടൽ കിട്ടുക. അപ്പൊ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി റൗണ്ട് 9 വന്നിട്ട് നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 48 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഈ റൗണ്ടിൽ ഇൻക്രീസ് ഇല്ല, ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം. ഇനി നമുക്ക് റൗണ്ട് 10ലേക്ക് പോവാം. 10 ചെയ്യുമ്പോൾ 7 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. മാർക്കർ വീണ്ടും ഇട്ട് കൊടുക്കാം. then 6 കൂടെ ചെയ്തെടുക്കാം. 6 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്തെടുക്കുമ്പോൾ ടോട്ടൽ 7 സിംഗിൾ ക്രോഷേ. then അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻക്രീസ്. അപ്പൊ ഈ റൗണ്ടിൽ ടോട്ടൽ 54 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്ത റൗണ്ടിൽ 54 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് ഇല്ല, ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം നമുക്ക് 54 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. മാർക്കർ ഇടാൻ നമ്മൾ വിട്ടുപോകരുത്. മാർക്കർ ഇടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമുക്ക് റൗണ്ട് 12 ചെയ്യാം. 12 ചെയ്യുമ്പോൾ 8 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് മാർക്കർ റിമൂവ് ചെയ്യാം. അവിടേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ബാക്കി 7 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാം. then ഒരു ഇൻക്രീസ് ചെയ്യാം. വീണ്ടും മാർക്കർ അവിടെ ഇട്ട് കൊടുക്കാം. then ബാക്കിയുള്ള 7 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പൊ ടോട്ടൽ 8 സിംഗിൾ ക്രോഷേ. then അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻക്രീസ്. അപ്പൊ ഈ റൗണ്ടിൽ ടോട്ടൽ നമുക്ക് 60 സിംഗിൾ ക്രോഷേസ് കിട്ടും. അപ്പോൾ ഈ റൗണ്ട് കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. then അടുത്ത റൗണ്ടിൽ ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 60 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ ഇൻക്രീസ് ഇല്ല, ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്തെടുക്കാം. then ആ റൗണ്ട് കംപ്ലീറ്റ് ആക്കി നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ 9 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ആദ്യത്തേൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മാർക്കർ ഇട്ട് കൊടുക്കാം. then 8 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. ടോട്ടൽ 9 സിംഗിൾ ക്രോഷേ.
9 സിംഗിൾ ക്രോഷേ ചെയ്യുന്നതിന് ശേഷം ഒരു ഇൻക്രീസ്. അപ്പം നമുക്ക് ടോട്ടൽ 66 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുക. അപ്പം നമുക്ക് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് 15 to 25 ഏകദേശം 11 റൗണ്ട്സ് നമുക്ക് ഈ ഒരു 66 സിംഗിൾ ക്രോഷയിൽ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് 11 റൗണ്ട് ഉണ്ടാവും, അത് നമുക്ക് 11 ചെയ്തെടുക്കാം. ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ വീതം ഓരോ റൗണ്ടിലും ചെയ്യാം. ഈ റൗണ്ടിൽ നമുക്ക് 66 സിംഗിൾ ക്രോഷേ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതാണ് നമ്മൾ താഴത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 25 റൗണ്ട് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 26ാമത്തെ 26th റൗണ്ടിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്കിതിന് ഐസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 8mm സേഫ്റ്റി ഐസാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് റൗണ്ട് 20, 21 ഇതിന്റെ ബിറ്റ്വീൻ നമുക്ക് 20നും 21ന്റെയും ഇടയ്ക്കാണ് നമ്മൾ ഈ ഐസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാനിവിടെ നീഡിലുകൊണ്ട് ആദ്യം ഒരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഐസ് ഒന്ന് നന്നായിട്ടൊന്ന് പുഷ് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് എടുക്കാം. ദെൻ നമുക്കതിന്റെ വാഷ് ഇട്ട് കൊടുക്കാം. നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 11 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിന് ശേഷം 11 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്തതിന് ശേഷം അടുത്തയിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. അതിലേക്ക് അടുത്ത ഐസും കൂടി നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഒരു ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ നമുക്ക് എന്താ സേഫ്റ്റിയാണ്, കാരണം നമുക്ക് ഐസ് ഇളകി പോരില്ല, കുറച്ചുകൂടെ സേഫ് ആയിട്ട് അവിടെ നിന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഇത് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. റൗണ്ട് 26ൽ വരുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 31 സിംഗിൾ ക്രോഷേ ചെയ്യാം, ഒരു ഡിക്രീസ് ചെയ്യാം. 31 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ഉള്ളത് 2 ടൈംസ് കൊണ്ട് ചെയ്ത് കൊടുക്കാം. അത് നമ്മൾ 31 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഡിക്രീസിന്റെ സ്റ്റെപ്പാണ് നമ്മൾ ഇനി താഴത്തേക്ക് ചെയ്യുന്നത്. അപ്പോൾ 31 സിംഗിൾ ക്രോഷേ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു തവണയും കൂടി ചെയ്ത് കൊടുക്കാം. 31 സിംഗിൾ ക്രോഷേ, ദെൻ ഡിക്രീസ്. അപ്പോൾ ടോട്ടൽ നമുക്ക് 64 സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ 31 സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ദെൻ ഒരു ഡിക്രീസ് കൂടെ ചെയ്തെടുത്തിട്ട് വരാം.
31 സിംഗിൾ ക്രോഷേ കഴിഞ്ഞ് ഒരു ഡിക്രീസ് കൂടെ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് 6 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. ഈ ഒരു പാറ്റേൺ ആണ് ഈ റൗണ്ടിൽ ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷേ then ഡിക്രീസ്. വീണ്ടും അവിടെ പ്ലേസ് ചെയ്തെടുക്കാം. then 1 2 3 4 5 and 6 സിംഗിൾ ക്രോഷേ ചെയ്തു. then നമുക്ക് ഡിക്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 5 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 48 സിംഗിൾ ക്രോഷേസ് കിട്ടും. 2 ചെയ്തു, 3 ചെയ്തു, 4 5. ഈ 5 സിംഗിൾ ക്രോഷേ ചെയ്തു. then ഡിക്രീസ് ചെയ്യാം. ഈ ഒരു പാറ്റേണിൽ ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 48 സിംഗിൾ ക്രോഷേസ് കിട്ടും. ഇനി താഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ 5 ചെയ്തു, then 4 ചെയ്യാം, 3 ചെയ്യാം, 2 ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ താഴത്തേക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് 4 സിംഗിൾ ക്രോഷേ ഡിക്രീസ്. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് ടോട്ടൽ 40 സിംഗിൾ ക്രോഷേസ് കിട്ടും. അമ്മിഗുറുമി ടോയ്സ് ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് ആണ്. നമ്മളതിന് ഡ്രസ്സിനും ഒക്കെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷയും ഡബിൾ ക്രോഷയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുവിധം ടോയ്സിനൊക്കെ ചെയ്യുന്നത് ഈ സിംഗിൾ ക്രോഷേ സ്റ്റിച്ചസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 5 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് 4 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് എന്നുള്ളതും കൂടെ കഴിഞ്ഞു. ഇനി നമുക്ക് റൗണ്ട് 30ലേക്ക് വരുമ്പോൾ 3 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ്. ത്രീ സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് എന്നുള്ള പാറ്റേൺ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് 2 സിംഗിൾ ക്രോഷേ റൗണ്ട് 31 2 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് ചെയ്തെടുക്കാം. അപ്പർ റൗണ്ടിൽ നമുക്ക് കിട്ടുക 24 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ആ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. ഇനി നമുക്ക് 32 റൗണ്ടിൽ 32ാമത്തെ റൗണ്ടിൽ നമ്മൾ ഫുള്ള് ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചസ് ആണ് ചെയ്യുന്നത്. 24 സിംഗിൾ ക്രോഷേസിൽ നമ്മൾ ഓരോരോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് മുതൽ താഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ബോഡീന്റെ പാർട്ടാണ്. അപ്പോൾ ഈ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഈ 24 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് ലൂപ്പിലൂടെയാണ്. 24 സിംഗിൾ ക്രോഷേസ് നമുക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രം. അപ്പോൾ 33ാമത്തെ റൗണ്ടിൽ ഫ്രണ്ട് ലൂപ്പിലൂടെ 24 സിംഗിൾ ക്രോഷേസ് ചെയ്തെടുക്കാം.
ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ലൂപ്പും അത് ബാക്ക് ലൂപ്പും. ഈ ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റത്തെ ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് മാർക്കർ പ്ലേസ് ചെയ്യാം. ദെൻ ബാക്കി 23 സിംഗിൾ ക്രോഷൻസും കൂടെ ചെയ്തെടുക്കാം. അത് എല്ലാം ഫ്രണ്ട് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഈ റൗണ്ട് മൊത്തം ഫ്രണ്ട് ലൂപ്പിലൂടെ. അപ്പൊ ഇത്രയും നമ്മൾ ചെയ്തെടുത്തു. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഇനി ഇൻക്രീസിലേക്കാണ് പോണത്. നമ്മൾ ബോഡീന്റെ പാർട്ടാണ് ചെയ്യണത്. അപ്പൊ ഇനി ഇൻക്രീസിലേക്ക് പോവാം. ആദ്യം നമുക്ക് 7 സിംഗിൾ ക്രോഷ്യ, ദെൻ ഇൻക്രീസ്. ഇത് 3 ടൈംസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ടോട്ടൽ 27 സിംഗിൾ ക്രോഷ്യസ് ഈ റൗണ്ടിൽ കിട്ടും. ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇനി താഴത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ 7 സിംഗിൾ ക്രോഷ്യന്റെ റൗണ്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം 8 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ദെൻ 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ദെൻ 10 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് വരെ ചെയ്തെടുക്കാം. മുപ്പത്തഞ്ചാമത്തെ റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. നമുക്ക് ടോട്ടൽ 30 സിംഗിൾ ക്രോഷ്യ ഈ റൗണ്ടിൽ കിട്ടും. ദെൻ റൗണ്ട് 36 നമുക്ക് 9 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. അപ്പൊ ടോട്ടൽ നമുക്ക് 33 സിംഗിൾ ക്രോഷ്യസ് ഈ റൗണ്ടിൽ കിട്ടും. അപ്പൊ അതും കൂടെ ചെയ്യാം. ദെൻ 37ാമത്തെ റൗണ്ട് 37 10 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്. ഈ 10 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യസ് ഈ റൗണ്ടിൽ കിട്ടും. ദെൻ റൗണ്ട് 38 വരുമ്പോൾ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. 10 കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് ടോട്ടൽ കിട്ടുക 42 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും ഈ റൗണ്ടിൽ കിട്ടുക. ഇനി അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഒരു റൗണ്ട് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ 42 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും ഉണ്ടാവുക.
ദെൻ റൗണ്ട് 40 വരുമ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 48 സിംഗിൾ ക്രോഷ്യസ് കിട്ടും. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത 41 മുതൽ 48 റൗണ്ട് വരെ നമ്മൾ ഈ ഒരു ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 48 സിംഗിൾ ക്രോഷ്യ ആണ് ചെയ്യേണ്ടത്. അടുത്ത 8 റൗണ്ട് നമുക്ക് ഈ ഒരു 42 സിംഗിൾ ക്രോഷ്യസിലും കൂടെ ചെയ്തെടുക്കാം. റൗണ്ട് 48 വരെ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഗ്രീസിലേക്ക് പോവാം. റൗണ്ട് 49ലേക്ക് വരുമ്പോൾ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ് ഈ ഒരു പാറ്റേണിലാണ് ചെയ്യേണ്ടത്. ദെൻ റൗണ്ട് 50ൽ 5 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്. ദെൻ ആയി കഴിഞ്ഞ ശേഷം 4 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, ദെൻ 3 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, ദെൻ 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ് കഴിഞ്ഞതിന് ശേഷം ഒരു 6 ഡിഗ്രീസും കൂടെ ചെയ്തു കൊടുക്കാം. നമ്മൾ ഇൻക്രീസും ഡിഗ്രീസും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ, അതായത് 6 വരുമ്പോൾ അല്ലെങ്കിൽ 4 വരുമ്പോൾ 2 വരുമ്പോഴൊക്കെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാം. ഇപ്പൊ 4 സിംഗിൾ ക്രോഷ്യ ഡിഗ്രി ഇൻക്രീസിന്റെ അല്ലെങ്കിൽ ഡിഗ്രീസിന്റെ വരുമ്പോൾ 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, ദെൻ ഒരു 2 സിംഗിൾ ക്രോഷ്യ, ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് 6ന്റെ വരുമ്പോൾ 3 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, 3 സിംഗിൾ ക്രോഷ്യ, ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്യാം. രണ്ടും സെയിം ആണ്, പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചും കൂടെ വൃത്തി തോന്നുക ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഈ ഒരു റൗണ്ടിൽ ഞാൻ ചെയ്യുന്നത് 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, 2 സിംഗിൾ ക്രോഷ്യ. ഇത് 4 സിംഗിൾ ക്രോഷ്യന്റെ റൗണ്ടിലാണ് ചെയ്യുന്നത്, പക്ഷെ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ് എന്നുള്ളൊരു പാറ്റേണിൽ നമുക്ക് ചെയ്യാം. റൗണ്ട് 52ല് 3 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്. ഇതിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റില്ല, കാരണം 3 ആണ്, ഓഡ് നമ്പർ ആണല്ലോ. അപ്പൊ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റൂല. ഈവൺ നമ്പർ ആണെങ്കിൽ മാത്രം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് സെന്ററിൽ ഡിഗ്രീസും അല്ലെങ്കിൽ ഇൻക്രീസും കൊടുത്തിട്ട് ഫസ്റ്റത്തെ ഇതിനെ ഹാഫ് ആക്കിയിട്ട് രണ്ട് സൈഡിലും കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. റൗണ്ട് 53ല് 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ് ആണ്. അത് നമ്മളിവിടെ സ്പ്ലിറ്റ് ആക്കിയിട്ട് സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ്, സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേണിലാണ് നമ്മൾ ചെയ്യണത്. ഈ 2 സിംഗിൾ ക്രോഷ്യ ഡിഗ്രീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നല്ല ടൈറ്റ് ആക്കി ചെയ്യേണ്ട, പക്ഷെ നമുക്ക് എന്താ പറയാ, നല്ല ടൈറ്റും വേണ്ട നല്ല ലൂസും വേണ്ട, അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. നല്ല ടൈറ്റ് ആയി കഴിഞ്ഞാൽ അതിന്റെ സ്റ്റിച്ചസ് നമ്മൾ ചെയ്തതിലൊക്കെ നമുക്ക് അത്ര പെർഫെക്ഷൻ തോന്നൂല. അപ്പൊ നമ്മളത് ഒരു മീഡിയം ലെവലിലാണ് നമ്മളത് ഫില്ലാക്കി കൊടുക്കേണ്ടത്.
നമുക്ക് റൗണ്ട് 54 സിംഗിൾ ക്രോഷേ ഡിക്രീസ് ചെയ്യാം. ലാസ്റ്റ് റൗണ്ട് 6 ഡിഗ്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൂള് ഞാൻ റീസെന്റ് ആയിട്ട് ജെമൂന്ന് വാങ്ങിച്ചതാണ്. ഇതിന് പറയുന്നത് എന്താ വെച്ചാല് ഫൈബർ ഫില്ലിങ്, കോട്ടൺ ഫില്ലിംഗ് ടൂളാണ്. നമുക്ക് ഇതേപോലെ ചെറിയ ഗ്യാപ്പിലേക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആണ്. ഞാനിത് ജെമൂന്നാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ നമുക്ക് യാണൊന്ന് ഇതേപോലെ ഇടാം. നമുക്ക് ലാസ്റ്റ് ഒരു ഗ്യാപ്പ് ഉണ്ടാവും, നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ഞാൻ വേറെ ഒരു ഡോളിന്റെ ഹെഡിൽ കാണിച്ചു തരാം. ഇപ്പൊ ഇതുപോലത്തെ ടാപ്പസ്ട്രി നീഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓരോന്ന് വിട്ടിട്ട് നമുക്ക് ഓരോന്നിന്റെ ഉള്ളിലൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 3 ടൈംസ് ഉണ്ടാവും ടോട്ടൽ. ഫ്രണ്ട് ലൂപ്പിലൂടെ മാത്രമാണ് ചെയ്യണത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പുൾ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു ഗ്യാപ്പ് വന്നത് അവിടെ ക്ലോസ്ഡ് ആയി. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഒന്ന് സ്റ്റിച്ച്. ഇവിടെ ഹെഡും ബോഡി ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി പാർട്സും കൂടെ ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ഹെഡാണ് കംപ്ലീറ്റ് ചെയ്യണത്. അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇയേഴ്സ് ചെയ്യാം. അതുപോലെ തന്നെ മസിൽ, നോസ്, ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. മസിൽ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് 4 പ്ലേ കോട്ടൺ യാണ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മാജിക് റിംഗ് ഇടാം. അതിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനി ചെയ്യുന്ന എല്ലാ പാർട്ടും ഞാൻ ഓരോ റൗണ്ടും ക്ലോസ് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ക്ലോസ് ചെയ്തിട്ടാണ് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. മസിലിനും ഇയേഴ്സിനും അതുപോലെ ഹാൻഡ്സിനും ആംസിനും ലെഗ്സിനും എല്ലാം ഞാൻ ഈ ഒരു ക്ലോസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ബോഡിന്റെ ഹെഡിന്റെ പാർട്ട് ചെയ്ത പോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതല്ല.
റൗണ്ട് 3 വരുമ്പോൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ദെൻ നമുക്ക് 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇത്രയാണ് നമ്മുടെ മസിലിന്റെ പാർട്ടിന് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ കിട്ടുക 36 സിംഗിൾ ക്രോഷേസ് ആയിരിക്കും കിട്ടുക. ഞാനിവിടെ 4 സിംഗിൾ ക്രോഷേ ഇൻക്രീസ് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ടേപ്പ് സ്ട്രെയിനറിൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഇൻവിസിബിൾ സ്റ്റിച്ചസ് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇതിലൂടെ ഒന്ന് നമുക്ക് പുൾ ചെയ്തെടുക്കാം. ദെൻ സ്റ്റാർട്ട് ചെയ്ത് ഇതിന്റെ സെന്ററിലൂടെ പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്കൊരു നോസ് ഉണ്ടാക്കാം. നോസിന് ഞാനിവിടെ ബ്രൗൺ കളർ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ്. അതിനായിട്ട് ആദ്യം 6 സിംഗിൾ ക്രോഷേ ചെയ്യാം, ദെൻ 6 ഇൻക്രീസസ് ചെയ്യാം, ദെൻ അടുത്തൊരു 12 സിംഗിൾ ക്രോഷയും കൂടി ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാത്തിനും റിട്ടേൺ പാറ്റേൺ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുവിധം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഇതിൽ മൊത്തം യൂസ് ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ തന്നെയാണ്. പിന്നെ അതിൽ മനസ്സിലാവാത്തത് ഇൻക്രീസ്, ഡിഗ്രീസ്, ഇതൊക്കെ നമുക്ക് നോർമൽ ബേസിക് ആയിട്ട് ഈ സ്റ്റിച്ചസിനെ കുറിച്ച് അറിയുന്ന എല്ലാവർക്കും ഇതൊക്കെ മനസ്സിലാവും. അപ്പൊ നമുക്ക് അത് ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇത് പിന്നെ ബിഗിനേഴ്സിനൊക്കെ ആയിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ചിന്റെ കൗണ്ട് ചെയ്യാനും അതുപോലെ മാർക്കർ ഇടാൻ പോവാൻ മറന്നു പോകുന്നതും അങ്ങനെയൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരിക. അതുപോലെ എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൺഫ്യൂഷൻ ആവും. പക്ഷെ നമ്മൾ 1-2 ടോയ്സ് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1-2 പ്രൊജക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയാ, നമ്മുടെ എല്ലാ ഡൗട്ട്സ് നമുക്ക് ക്ലിയർ ആവും. കാരണം സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് സമയം എടുക്കും. ചെയ്യുന്ന ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഗ്രാജുവലി നമ്മുടെ സ്പീഡ് കൂടി വരും, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് മാറുക. അത് എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം ഒരുപാട് ടൈം എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ നോസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുമ്പോൾ 12 സിംഗിൾ ക്രോഷേ ആണ്. അപ്പം അതും കൂടെ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ യാണൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഇൻവിസിബിൾ ജോയിനും കൂടെ കൊടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു നമ്മൾ പപ്പീൻ്റെ കളർ യാണെന്ന് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് 2 ഐസിൻ്റെയും തുന്നി എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ടൈ ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് ഇതിൻ്റെ മസിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പൊസിഷൻ കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ദെൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 2-3 സ്ഥലത്തായിട്ട് ഇതുപോലത്തെ ചെറിയ നീഡിൽസ് യൂസ് ചെയ്തിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 2-3 തവണ നമ്മളിത് കൺഫേം ചെയ്യണം. ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. കാരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ റിമൂവ് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ 1-2 തവണ നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ഗ്യാപ്പ് അവിടെ വിടണം. അതിനുള്ളിലൂടെ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് അത്യാവശ്യം ഫില്ല് ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. നല്ലോണം ഒന്ന് ചുറ്റിനും ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ദെൻ നോസ് നമുക്ക് ഇതുപോലെ ഒന്ന് ആദ്യം പിൻ ചെയ്ത് കൊടുക്കാം.
ദെൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഐസിനൊന്ന് ഡീറ്റെയിലിംഗ് ചെയ്ത് കൊടുക്കാം. ഐലാഷസും അതുപോലെ ഐബ്രോസും എല്ലാം ഒന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം.
ഐലാഷസ് ചെയ്യാനും ഐബ്രോസ് ചെയ്യാനൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 4-ply കോട്ടൺ ഞാൻ തന്നെയാണ്. ബ്ലാക്ക് കളർ 4-ply കോട്ടൺ ഞാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഇത്രയൊന്ന് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇയേഴ്സ് ചെയ്യാം. ഇതൊക്കെ നമ്മുടെ ഐഡിയക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഇയേഴ്സ് ചെയ്യാം. ഇയേഴ്സ് ചെയ്യാൻ നമുക്ക് മാജിക് റിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഫസ്റ്റ് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേസ് ചെയ്ത് കൊടുക്കാം. ദെൻ 6 ഇൻക്രീസസ് ചെയ്യാം.
ദെൻ അടുത്ത റൗണ്ടിൽ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുന്നതിന് മുമ്പ് 12 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ദെൻ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ദെൻ 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അത് കഴിഞ്ഞ് 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, അതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ത്രീ സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് റൗണ്ട് 6 മുതൽ 11th റൗണ്ട് വരെ നമുക്ക് ഈ 30 സിംഗിൾ ക്രോഷ്യനെ ചെയ്തെടുക്കാം. നമുക്ക് ഇയറിൻ്റെ ലെങ്ത്ത് എത്ര വേണോ അതിനനുസരിച്ച് നമുക്ക് റൗണ്ട് എണ്ണം കൂട്ടാം. ഞാനിവിടെ ഒരു 6 റൗണ്ടാണ് ഈ ഒരു 30ൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് നമുക്ക് 8 സിംഗിൾ ക്രോഷ്യ ചെയ്യാം, ദെൻ ഡിക്രീസ് ചെയ്യാം. 3 ടൈംസ് നമുക്ക് ഈ ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കാം. 8 സിംഗിൾ ക്രോഷ്യ ദെൻ ഡിക്രീസ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ റൗണ്ടിൽ കിട്ടുക 27 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ദെൻ അടുത്ത റൗണ്ടിൽ 7 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അത് കഴിഞ്ഞ് 6 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, ദെൻ 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഈ ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്യുന്നത്. ഈ 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് കഴിഞ്ഞതിന് ശേഷം 16 to 17 2 റോ നമുക്ക് ഈ ഒരു 18 സിംഗിൾ ക്രോഷ്യനെ ചെയ്തെടുക്കാം. റൗണ്ട് 50 അത് 5 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18 സിംഗിൾ ക്രോഷ്യസ് ആയിരിക്കും കിട്ടുക. അടുത്ത 2 റൗണ്ട് ഈ 18 തന്നെ ചെയ്ത് കൊടുക്കാം.
ലാസ്റ്റ് റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് 2 സൈഡിലും കൂടെ ആയിട്ട് നമുക്ക് 9 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഒരു 2 സൈഡിലും ഓരോരോ സിംഗിൾ ക്രോഷേ വീതം. ടോട്ടൽ നമുക്ക് 18 ആണുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി നമുക്ക് കിട്ടും. 2 ചെയ്തു, 3 ചെയ്തു, then 4, അതുപോലെ 9 വരെ ചെയ്ത് കൊടുക്കാം. ഒരു ഇയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇപ്പം 2 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ആംസിൻ്റെ പാർട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ രണ്ടാമത്തെ റൗണ്ടിൽ 6 ഇൻക്രീസസ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് 3ലേക്ക് വരുമ്പോൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ദെൻ 4ഉം 5 2 റൗണ്ട് നമുക്ക് ഈ 18 സിംഗിൾ ക്രോഷേൻ്റെ ചെയ്തെടുക്കാം. ഓരോന്ന് വീതം 18 ചെയ്ത് കൊടുക്കാം അടുത്ത 2 റൗണ്ടും. ഇനി അടുത്ത 2 റൗണ്ട് നമുക്ക് 18 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ അതിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഡിഗ്രീസാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 12 ആയിരിക്കും കിട്ടുക. ദെൻ അടുത്ത റൗണ്ടിൽ 10 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ്. ഒരു തവണയാണ് ചെയ്യേണ്ടത്. 10 സിംഗിൾ ക്രോഷേ ലാസ്റ്റ് ഡിഗ്രീസ് വരുമ്പോൾ നമുക്ക് ടോട്ടൽ 11 കിട്ടും. ഇനി ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാം. 9th റൗണ്ടിൽ 9 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് 1 ടൈം ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 10 കിട്ടും. ഇനി നമുക്ക് 10 to 16 6 റൗണ്ട് നമുക്ക് 10 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം.
ഇതും ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ നമുക്ക് 5 സിംഗിൾ ക്രോഷേ രണ്ട് സൈഡും കൂടെ ഇതുപോലെ പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ടോട്ടൽ നമുക്ക് 10 ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഹാഫ് വരുമ്പോൾ 5 സിംഗിൾ ക്രോഷേ വരും. 2 ലെയറും കൂടെ കൂട്ടിയിട്ട് ഒന്നിച്ച് ചെയ്ത് കൊടുക്കാം, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആംസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ ലെഗ്സിൻ്റെ പോർഷനിലേക്ക് പോവാം. ലെഗും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് 6 മാജിക് റിംഗിൽ നിന്നാണ്. അതിൻ്റെ ഉള്ളിൽ 6 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ നമുക്ക് 6 ഇൻക്രീസസ്, തേർഡ് വരുമ്പോൾ സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ഫോർത്ത് വരുമ്പോൾ 2 സിംഗിൾ ക്രോഷേ ഇൻക്രീസ്, ഫിഫ്ത്ത് വരുമ്പോൾ 3 സിംഗിൾ ക്രോഷേ ഇൻക്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. അത് ഞാനിതിൽ വീണ്ടും കാണിക്കുന്നില്ല അത്രയും ചെയ്യുന്നത്, നമ്മൾ മുമ്പൊക്കെ ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു 5th റൗണ്ട് വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി 6 to 10 വരെ. നെക്സ്റ്റ് 5 റൗണ്ട് നമ്മൾ 30 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിൽ പറയുമ്പോൾ ആദ്യം നമുക്കൊരു 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. 6 സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് എന്നുള്ളത് 6 ടൈംസ് ചെയ്ത് കൊടുക്കാം. ബാക്കി 6 സിംഗിൾ ക്രോഷേയും കൂടെ ഉണ്ടാവും. അതും കൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആവും. അപ്പം നമുക്ക് ടോട്ടൽ 24 സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ നമുക്ക് കിട്ടും. ലെവൻത്ത് റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയി. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം. അടുത്ത റൗണ്ടിൽ പറയുമ്പോൾ ആദ്യം 10 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ ഡിഗ്രീസസ് 2 ടൈംസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് 10 സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അതും കൂടെ ചെയ്ത് കൊടുക്കാം. ടെൻ സിംഗിൾ ക്രോഷേ ചെയ്തതിന് ശേഷം 2 ഡിഗ്രീസ് ചെയ്യാൻ കൊടുക്കാം. ഒരു ഡിഗ്രീസായി. ദെൻ നെക്സ്റ്റ് ഡിഗ്രീസും കൂടെ ചെയ്ത് കൊടുക്കാം. ദെൻ ബാക്കി 10 സിംഗിൾ ക്രോഷയും കൂടി ഉണ്ടാവും. അതും കൂടെ ആകുമ്പോൾ ഈ റോ കംപ്ലീറ്റ് ആവും. ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടോട്ടൽ 22 സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ കിട്ടും. ദെൻ 12ാമത്തെ റൗണ്ടിൽ 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 ഡിഗ്രീസ് ചെയ്യാം. ദെൻ വീണ്ടും 9 സിംഗിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ 22 സിംഗിൾ ക്രോഷേസ് ഈ റൗണ്ടിൽ കിട്ടും. ദെൻ അടുത്ത റൗണ്ടിൽ 8 സിംഗിൾ ക്രോഷേ
ഡിഗ്രീസ് 2 ടൈംസ് വീണ്ടും 8 സിംഗിൾ ക്രോഷേ. Then 7 സിംഗിൾ ക്രോഷൻ്റെ കഴിഞ്ഞ ശേഷം 6 സിംഗിൾ ക്രോഷേ 2 ടൈംസ് ഡിഗ്രീസ് 6 സിംഗിൾ ക്രോഷേ. ദെൻ 17th റൗണ്ടിൽ വരുമ്പോൾ 5 സിംഗിൾ ക്രോഷേ ഡിഗ്രീസ് 2 ടൈംസ് വീണ്ടും 5 സിംഗിൾ ക്രോഷേ. ഈ ഒരു 17th റൗണ്ട് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 17th റൗണ്ട് വരെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത റൗണ്ടിൽ 18 to 21 വരെ ഈ ലാസ്റ്റ് കിട്ടിയ 12 സിംഗിൾ ക്രോഷേ ഉണ്ടല്ലോ അതന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ദെൻ ലാസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 സിംഗിൾ ക്രോഷേ 2 ലെയറും കൂടെ ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതിൻ്റെ ലെഗ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്സൊക്കെ ആ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
2 ലെഗ്സ്, 2 ആംസ്, ദെൻ ഇയേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മുകളിൽ നിന്ന് ഒരു 5 ലെയർ മാറിയിട്ടാണ് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇയർ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും അടുത്ത ഇയറും നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. 5 എണ്ണം സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഭാഗത്തും 5 എണ്ണം സ്കിപ്പ് ചെയ്തിട്ട് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഇയർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്കണം. കാരണം രണ്ടും ഒരേപോലെ തന്നെയാണോ വന്നിട്ടുള്ളത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ രണ്ട് ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം.
ഇത് നമുക്ക് ആംസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ നെക്കിൻ്റെ അവിടെ നിന്ന് 3 റൗണ്ട് സ്കിപ്പ് ചെയ്തിട്ട് 4ാമത്തെ റൗണ്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ റൗണ്ടിലാണ് ഞാനിവിടെ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ലെഗ്സ്. ലെഗ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ താഴേന്ന് 8 റൗണ്ട് സ്കിപ്പ് ചെയ്തിട്ട് 9th റൗണ്ടിലാണ് നമ്മൾ ലെഗ്സ് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
ഇനി ഇതും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ ലോങ് ആയിട്ടുള്ള ഒരു നീഡിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ നീഡിലാകുമ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ലോങ് ആയിട്ടുള്ളതാകുമ്പോൾ നമുക്ക് സ്മൂത്തായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്കിതിൻ്റെ ഒരു ടെയിലും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 4 സിംഗിൾ ക്രോഷേ ചെയ്യാം. ദെൻ 4 ഇൻക്രീസസ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത 2 റൗണ്ട് ഈ ഒരു 8 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് 5th റൗണ്ടാണ്. 5th റൗണ്ടിൽ ആദ്യം 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ദെൻ ഒരു ഇൻക്രീസും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 10 സിംഗിൾ ക്രോഷേ ഈ റൗണ്ടിൽ കിട്ടും. ഇനി നെക്സ്റ്റ് 2 റൗണ്ട് നമുക്ക് ഈ 10 തന്നെ ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമ്മളിവിടെ ഇൻവിസിബിൾ ജോയിൻ ആണ് കൊടുക്കുന്നത്. രണ്ടും കൂടെ ജോയിൻ ഒന്നിച്ച് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇൻവിസിബിൾ ജോയിൻ കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിനൊരു കോളറും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അക്രിലിക് യാണാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ഇടുന്നത് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് എത്ര വേണ്ട വെച്ചാലും നമുക്ക് മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് 25 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യണത്. ദെൻ 25 ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കതിന് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം 24 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ടേൺ ചെയ്യാം. ഇനി ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബോയും കൂടി ഉണ്ടാക്കി കൊടുക്കാം. ഫ്രണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോയും കൂടി ആക്കി കൊടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് മാജിക് റിങ് ഇടാം. ദെൻ 3 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 ആൻഡ് 3. ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. നെക്സ്റ്റ് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ദെൻ വീണ്ടും ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്ത് കൊടുക്കാം. ഇനി 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം. ദെൻ വീണ്ടും 3 ചെയിൻ സ്റ്റിച്ച് ഇടാം. അഗെയിൻ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം. അറൗണ്ട് ക്ലോസ് ചെയ്യാം. ഇനി മാജിക് റിങ്ങിൻ്റെ ആ യാണും നന്നായിട്ടൊന്ന് പുൾ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്കവിടെ ചെറിയൊരു ബോ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ കോളറിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഒന്ന് തുന്നി കൊടുക്കാം. ഇതുപോലെ കോളറിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോളറ് ഈ നമ്മുടെ പപ്പിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട don't forget to like, share and subscribe for more amigurumi tutorials. So bye bye, thanks for watching.